കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങൾ നടപടിയെടുക്കാതെ അധികൃതർ. പന്മന കുറ്റാമുക്കിനും വെറ്റമുക്കിനും മധ്യയാണ് 9 മാസത്തിലേറെയായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ജലനിധിയും ദേശീയപാത അതോറിറ്റിയും തമ്മിലുള്ള ശീതസമരമാണ് തകരാർ പരിഹരിക്കാത്തതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വെള്ളക്കെട്ട് മൂലം വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. 9 മാസത്തിലേറെയായി പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ജലനിധി ഇത് തങ്ങളുടേതല്ലെന്നും ദേശീയപാത അതോറിറ്റിയാകട്ടെ തങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടല്ല പൈപ്പ് പൊട്ടിയതെന്നും പറയുന്നു. എന്നാൽ ഇതുമൂലം ദുരിതം പേറുന്നത് പ്രദേശവാസികളാണ്. ഒപ്പം ഇവിടെ കടകൾ നടത്തുന്നവരും. കടയ്ക്കകത്ത് വരെ ചെളിയും വെള്ളം എല്ലാം കൂടെ കടയുടെ ആ വാതിൽ വരെ എല്ലാം വന്നു. അങ്ങനെ ഞാൻ ജലനിധി ഓഫീസിൽ ചെന്ന് പരാതി പറഞ്ഞു. എടപ്പള്ളിക്കോട്ടെ പഞ്ചായത്ത് ഓഫീസിൽ വേറൊരാളിത് കണ്ടുകൊണ്ട് വന്ന് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് വന്ന് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ നടപടി എടുക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നമ്പർ വന്നു. അദ്ദേഹത്തിനെ വിളിച്ചു. പഞ്ചായത്ത് മെമ്പറെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. എല്ലാവരും പിന്നെ NH-കാരുടെയാണ്, അവരാണിത് നോക്കണ്ടേ കാണണ്ടേ, അവർ പറയും ജലനിധിക്കാരാണെന്ന്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ വേണ്ടുന്ന നടപടികൾ അധികൃതർ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുക. പന്മന കുറ്റാമുക്കിനും വെറ്റമുക്കിനും മധ്യയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കഴിഞ്ഞ 9 മാസത്തിലേറെയായി വെള്ളം പാഴാകുന്നത്. മഴ മൂലം വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം കടകളിലേക്ക് അടിച്ചു കയറുന്നു. ഇതാകട്ടെ കട നടത്തുന്നവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുകയും ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് അംഗങ്ങളോടുമൊക്കെ പരാതി പറഞ്ഞ് പ്രദേശവാസികളും കടക്കാരും മടുത്തു. എല്ലാവരും നടപടി സ്വീകരിക്കാം എന്ന് പറയുന്നതല്ലാതെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. ദേശീയപാത അതോറിറ്റി പറയുന്നു ഇത് ജലനിധിയുടെ പൈപ്പാണെന്ന്. എന്നാൽ അവരാകട്ടെ ദേശീയപാത അതോറിറ്റിയാണ് പൊട്ടിച്ചത് എന്നതിനാൽ അവർ നന്നാക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരു കൂട്ടരും തമ്മിൽ ശീതസമരം ഉണ്ടായതോടെ പൈപ്പ് നവീകരണം അനിശ്ചിതമായി നീളുകയാണ്. ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിൻ്റെ പേരിലാണ് ഞാൻ എല്ലായിടവും ചെന്ന് പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട്, വന്ന് കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ട്, വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല. ദേശീയപാത അതോറിറ്റിയും ജലനിധിയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആരും തന്നെ ഇടപെടുന്നുമില്ല. പന്മന ഗ്രാമപഞ്ചായത്തും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയാകട്ടെ നിസ്സംഗമായ നിലപാട് തുടരുന്നു. ജനങ്ങളാകട്ടെ ആരോട് പരാതി പറയും എന്ന് അറിയാതെ ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടുകയുമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.